ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമുക്കെല്ലാവർക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. പിന്നെ എല്ലാവരും നോമ്പും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ റാഹത്തായിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കാം. ഇന്നിപ്പോൾ ഞാൻ നോമ്പുള്ള ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയും കുഞ്ഞിപ്പത്തിലും ചിക്കനൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കുക. കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ രാവിലെ തന്നെ ദിയമോള് സ്കൂളിൽ പോവാണ് കേട്ടോ. ദിയമോക്ക് മാത്രമേ ക്ലാസ് ഉള്ളൂ. സൈമോക്ക് ഇപ്പോൾ ലീവാണ്. അടുത്ത മാസം 2-ാം തീയതി ക്ലാസ് തുടങ്ങുള്ളൂ. ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ദിയമോക്കും അടയ്ക്കും. എന്നിട്ട് അവർക്ക് ഒന്നിച്ചങ്ങനെ തുറക്കല. പിന്നെ നോമ്പായതുകൊണ്ട് കുറച്ച് നേരം വൈകിട്ടാണ് കേട്ടോ ക്ലാസ് തുടങ്ങുക. അപ്പോൾ 7:30 ആകുമ്പോഴേ വണ്ടി വരുള്ളൂ. പിന്നെ ഈ സമയത്ത് പുറത്തൊന്നും ആരുമില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു എല്ലാവരും കിടന്ന് ഉറങ്ങുന്നുണ്ടാവുന്ന. ഇവിടെ ഇപ്പോൾ നല്ല ക്ലൈമറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നോമ്പ് നോറ്റാൽ അങ്ങനെ ക്ഷീണോ കാര്യങ്ങളോ ഒന്നും തോന്നണില്ല കേട്ടോ. പിന്നെ ഇപ്പം നാട്ടിൽ നല്ല ചൂടാണെന്നാണ് കേട്ടത്. അപ്പോൾ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ എല്ലാവരും നന്നായിട്ട് തന്നെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതേപോലെ തണുത്ത വെള്ളം പെട്ടെന്ന് നോമ്പ് തുറന്നേ പാട് കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഏതായാലും ദിയമോൾ സ്കൂളിൽ പോയി കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ വന്നിട്ട് കുറച്ച് നേരം അങ്ങനെ കിടന്നിട്ടോ. അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ മെഷീനിൽ കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടാനുണ്ടായിനി. അപ്പോൾ അതിട്ട് പിന്നെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കുറച്ച് ടൈം ബാക്കി ഉണ്ടായിനി കേട്ടോ. അപ്പോൾ 2 ചെടി ഉണ്ടായിനി. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് വേറൊരു ചട്ടിക്കാക്കാന്ന് വിചാരിച്ച് കുറേ ദിവസമായിട്ടോ വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ടേബിൾ മേൽ ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. മണ്ണൊക്കെ ആവുകയാണെങ്കിൽ ഈ ഒരു ഷീറ്റിലല്ലേ ആവുള്ളൂ. അപ്പോൾ അതെടുത്ത് കളഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഈ ഒരു ചെടി ഞാൻ ഐക്യന്ന് വാങ്ങിയതാണ് കേട്ടോ. കുറച്ച് ദിവസമായി വാങ്ങിയിട്ട്. അപ്പോൾ വാങ്ങി അന്ന് മുതലുണ്ട് ഇത് മാറ്റി കുഴിച്ചിടണം എന്നിങ്ങനെ വിചാരിക്കുന്നു. പിന്നെ ഇങ്ങനെ ഓരോ തിരക്കായിട്ട് മറന്നുപോകും. അപ്പോൾ ഇപ്പോഴാണ് അത് ചെയ്യുന്നത്. മണ്ണൊക്കെ ചട്ടിയിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മണ്ണിൽ വളമൊക്കെ ഇട്ടിട്ട് അങ്ങനെ വരുന്നതാ. അതുകൊണ്ട് വേറെ വളമൊന്നും ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഒരു മണി പ്ലാന്റ് ഈ ഒരു ചട്ടിയിൽ വെക്കുന്നുണ്ട്. ചെറിയ ചട്ടിയിൽ ഈ ഒരു ചെടിയാണ് ഇട്ട് വെക്കുന്നത്. അപ്പോൾ ആ ചെടിയിലുള്ള മണ്ണും കൂട്ടിയിട്ട് തന്നെയാണ് ഈ ചട്ടിയിലും വെച്ചിട്ടുള്ളത്. ഇനി 2 ചെടിയിലും കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ചെടിയൊക്കെ ഉണ്ടാവുന്നത് നല്ലതാ. നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ചെടികളൊക്കെ വളർത്തുന്നത് നല്ലതാട്ടോ. അപ്പം എൻ്റെ അടുത്ത് കുറേ ചെടിയൊന്നും ഇല്ല കേട്ടോ. കുറച്ച് ചെടിയേ ഉള്ളൂ. പിന്നെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഉൾഭാഗം കാണാൻ ഒന്നുകൂടെ ഭംഗിയുണ്ടാവും. പിന്നെ ഈ ചെടികളൊക്കെ ഞാൻ കുറച്ച് ദിവസം കൂടുമ്പോൾ വിൻഡോ തുറന്നിട്ട് അങ്ങനെ പുറത്ത് വെച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ വെക്കും. അങ്ങനെ ചെടിയൊക്കെ സെറ്റാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. അപ്പം ഷീറ്റൊക്കെ വിരിച്ചതുകൊണ്ട് തന്നെ അധികം മണ്ണൊന്നും ആയിട്ടില്ല. ഒരു 1:45-2 മണിയൊക്കെ ആയപ്പോക്കിന് ദിയമോള് സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിനി. പിന്നെ സോയും സയും കൂടെ അവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനിതാ കിച്ചണിലേക്ക് വന്നിട്ട് നമ്മൾ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് കുഞ്ഞിപ്പത്തിരി ചിക്കൻ കറിയിലിട്ടിട്ട് അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പലഹാരവും അത്ര ഉള്ളൂ കേട്ടോ നോമ്പ് തുറക്കാൻ ഉണ്ടാക്കുന്നത്. ഇതിങ്ങനെ കുഞ്ഞു പത്തിരി ആക്കിയെടുക്കാൻ കുറച്ച് പാടാണെങ്കിലും കറിയിലിട്ട് അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം കുഞ്ഞിപ്പത്തിരി മുഴുവൻ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം സ്റ്റീമറിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. പിന്നെ കറിക്ക് വേണ്ട തേങ്ങ ഒന്ന് വറുത്ത് അരച്ചെടുക്കും വേണം. അപ്പോൾ ചിക്കൻ കറി നമ്മൾ സാധാ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, തക്കാളി ഇതൊക്കെ ഒന്ന് വാട്ടിയെടുത്തതിൻ്റെ ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ തേങ്ങയും വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് പെരിഞ്ചീരകപ്പൊടിയും 2-3 ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വറുത്തെടുത്തതാ. അപ്പോൾ കുഞ്ഞിപ്പത്തിരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വറുത്ത് വെച്ച തേങ്ങ അരച്ചെടുത്ത് ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ചിക്കൻ കറി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ തേങ്ങ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഈ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചിക്കൻ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിൻ്റെ ശേഷം ഈ കുഞ്ഞിപ്പത്തിരി ചിക്കൻ കറിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക. മല്ലിയില നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുഞ്ഞിപ്പത്തിരി ചിക്കൻ കറിയിലിട്ട് വെച്ചത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് ചൂടോടുകൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ. ഇനി പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കനൊക്കെ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിനി. ഇന്ന് ഷവർമ കുൽഫിയാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഷവർമ സ്പ്രിംഗ് റോൾ ഉണ്ടാക്കിയിട്ടില്ലേനു.
അപ്പോൾ അന്നുണ്ടാക്കിയ ആ ഒരു മസാല ഇല്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ ഇതിനും ഞാൻ മസാല ഉണ്ടാക്കുന്നത്. അന്ന് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ ചിക്കൻ വേവിച്ചിട്ടാണ് കേട്ടോ ചോപ്പ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിന് മസാല ഉണ്ടാക്കാം. സാധാ വാട്ടിയിട്ടുണ്ടാക്കൂലേ അതുപോലെ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഈ ഒരു മസാല എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഇതാ ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കിയതിന് ശേഷം കുറച്ച് ബ്രെഡ് എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് ഓരോ ബ്രെഡിൻ്റെ സൈഡ് ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. ഞാനൊരു 12 ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ എല്ലാ ബ്രെഡും പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് മൈദപ്പൊടിയിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുത്തതാ. അപ്പോൾ ഇതാ ഓരോ ബ്രെഡും എടുത്തിട്ട് അതിൻ്റെ ഈ ഒരു 2 സൈഡ് ഭാഗം ഉണ്ടല്ലോ അവിടെ കുറച്ച് ഈ ഒരു പേസ്റ്റ് ആക്കി കൊടുക്കുക. എന്നിട്ടൊരു കോൺ ഷേപ്പിൽ വേണം കേട്ടോ നമ്മൾ ഈ ഒരു ബ്രെഡ് ആക്കിയെടുക്കാൻ. ഇനി ഈ ഫില്ലിങ് ഈ ബ്രെഡിൽ നിറച്ച് കൊടുക്കുക. എന്നിട്ട് ബ്രെഡിൻ്റെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ അവിടെ കത്തി വെച്ചിട്ടൊന്ന് കീറി കൊടുക്കുക. എന്നിട്ട് ഇതാ ഈ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ ഇതുപോലെ ഒന്ന് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. കുറച്ച് താഴത്തേക്ക് തന്നെ ഇറക്കി വെച്ച് കൊടുക്കുക. പിന്നെ ഇതാ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ ഈ ഒരു മൈദ പേസ്റ്റ് ആക്കിയിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പം ഇത് ഇതുപോലെ നല്ലൊരു ഷേപ്പിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ബാക്കിയുള്ള ബ്രെഡും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ ഒരു ഇംഗ്ലീഷ് ചാനലിൽ നിന്ന് കണ്ടതാണ് കേട്ടോ. അതിൽ ഫില്ലിംഗ് ആയിട്ട് പൊട്ടാറ്റോ, ചീസ് ഇതൊക്കെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഞാൻ പിന്നെ ഇതുപോലെ ഒരു ഫില്ലിങ് കൊടുത്തതാ. അങ്ങനെ ഇതാ മുഴുവൻ ചിക്കൻ ഷവർമ കുൽഫി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതിലേക്ക് മൈദ കൊണ്ട് കുറച്ച് ബാറ്റർ റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഇതാ ഒരു 1/4 കപ്പിൽ കുറച്ച് കൂടുതൽ മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില ചെറുതാക്കി കട്ട് ചെയ്തതും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നല്ല കട്ടിയിലുള്ള ബാറ്റർ അല്ല കേട്ടോ വേണ്ടത്, കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതാ ഇതുപോലെയാണ് കേട്ടോ ബാറ്റർ വേണ്ടത്. ഇനി ഓരോന്നും ഇതിലിട്ട് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് നല്ല ചൂടായിട്ടുള്ള ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഇനി ഒരു സൈഡായി വന്നാൽ മറ്റേ സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഇതിൽ പിന്നെ ഓവറായിട്ട് എണ്ണ പിടിക്കണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നോമ്പ് തുറക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ഫ്രൂട്ട്സ് കട്ടാക്കലും ടേബിൾ മേലെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കലൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കേനി. അങ്ങനെ ഇതാ ബാങ്ക് വിളി കേട്ടതിൻ്റെ ശേഷം നോമ്പൊക്കെ തുറക്കുകയാണ്. പിന്നെ ഈ ഒരു ഷവർമ കുൽഫി ഉണ്ടല്ലോ അത് ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എപ്പോഴത്തെ പോലെ തന്നെ നമ്മളെ തറാവി നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മൾ ചായ കുടിക്കുന്നത്. പിന്നെ നിങ്ങളോട് പറയാനുള്ള ഒരു സന്തോഷം എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്ത് പോയ സമയത്ത് ഒരു സബ്സ്ക്രൈബറിനെ കണ്ടിട്ടുണ്ടായിന് കേട്ടോ. ഒരു മക്കളെ കണ്ട് അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടാണ് കേട്ടോ നമ്മളെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിട്ട് അങ്ങനെയൊക്കെ വന്നപ്പം. പിന്നെ അവർക്ക് നമ്മളെ ഡേ ഇൻ മൈ ലൈഫും ക്ലീനിങ് വീഡിയോ ഒക്കെ ഒത്തിരി ഇഷ്ടമാണെന്ന് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കേട്ടപ്പം ഭയങ്കര സന്തോഷമായി. അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ നിങ്ങളുടെ അടുത്ത് നിന്ന് കേൾക്കുമ്പോഴാണല്ലോ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുക. ഞാനെൻ്റെ അധിക വീഡിയോയിലും പറയലുണ്ട് നിങ്ങളെ കമൻറ്റ് വായിക്കാനും അതിന് റിപ്ലൈ തരാനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് വീഡിയോ കണ്ടിട്ട് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ അങ്ങനെ സന്തോഷമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ ഈ ഒരു കുഞ്ഞിപ്പത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ജീരകഞ്ഞും പയറുപ്പേരിയും വെക്കാനുണ്ടായിന്. അപ്പോൾ അതാ ജീരകഞ്ഞിക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കണില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.